നമസ്കാരം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡിന്റെ ഫൈനൽ ആൻസർ കീ വന്നിരിക്കുകയാണ്. നമുക്ക് ഓരോ ഉത്തരങ്ങളിലേക്ക് ഏതൊക്കെയാണ് ഉത്തരം എന്നൊക്കെ നോക്കാം. നമുക്ക് ഒന്നാമത്തെ, കേരള ഗോത്ര സാംസ്കാരിക സമുച്ചയം നിലവിൽ വന്ന ജില്ല. അതിൻ്റെ ഉത്തരം എറണാകുളം. ലോക്ക്ഡൌണിന് ശേഷം പിൻവലിച്ച നടപ്പിലാക്കേണ്ട നിയന്ത്രണങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നതിന് കേരള സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയുടെ തലവൻ. അതിൻ്റെ ഉത്തരം KM അബ്രഹാം. ചന്ദ്രനിലെ ഗുരുത്വാകർഷണം ഭൂമിയുടെ ഡാഷാണ്. എത്ര? 1/6. 2020 ഫെബ്രുവരിയിൽ പേപ്പർലെസ് ബഡ്ജറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനം. 4 ഡിലീഷൻ ആണല്ലോ. എന്താ ഡിലീഷൻ എന്ന് പറഞ്ഞുകൂടാ? 4ന്റെ ഉത്തരം ഡിലീറ്റഡ് ആണ്. പോസ്കോ നിയമം നിലവിൽ വന്ന വർഷം 2012. സൗരയൂഥ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? 6ന്റെ ഉത്തരം കോപ്പർനിക്കസ്. മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവ്. ബ്രഹ്മാനന്ദ ശിവയോഗി. കേന്ദ്ര സ്ഥിതിവിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം. 8ന്റെ ഉത്തരം CSO. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്ത ഡച്ച് ഗവർണർ. 9ന്റെ ഉത്തരം വാൻഡ്രൈഡ്. ഭാരതത്തിന്റെ കേപ്പ് കെന്നഡി. ശ്രീഹരിക്കോട്ട. ഒരു വർഷത്തിൽ രാവും പകലും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടുതലാകുന്നതിന് പറയുന്ന പേര്. 11ന്റെ ഉത്തരം അയനാന്തം. കോഡാണ് ഇതെല്ലാം. ഇതിപ്പോൾ ഉത്തരം എങ്ങനെയാണ്ട് ഏത് കോഡായാലും കുഴപ്പമില്ലല്ലോ നിങ്ങൾക്ക്. ഭൂവൽക്കത്തിന് താഴെ കനം കൂടിയ മണ്ഡലം. മാൻഡിൽ. ഇന്ത്യയുടേതിന് തുല്യമായ പ്രാദേശിക സമയമുള്ള രാജ്യം. 13ന്റെ ഉത്തരം ശ്രീലങ്ക. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ആദ്യത്തെ ചൊവ്വ ദൗത്യം. 14ന്റെ ഉത്തരം മംഗൾയാൻ. കാറ്റിന്റെ നിക്ഷേപ പ്രക്രിയ മൂലം രൂപം കൊള്ളുന്ന ഭൂരൂപമാണ്. 15ന്റെ ഉത്തരം ലോയ്സ്. ഉപരാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷം. ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയുന്നത് ആന്ധ്രാപ്രദേശ്. എന്താണ് ഏക അല്ലെങ്കിൽ EKA? സൂപ്പർ കമ്പ്യൂട്ടർ. പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം നൽകുന്ന ലോകത്തിലെ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 19. 19ന്റെ ഉത്തരം B. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത വ്യാവസായിക നഗരം. ജംഷഡ്പൂർ. കേരളത്തിലെ ആദ്യത്തെ ധനകാര്യ മന്ത്രി. അച്യുതമേനോൻ. റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിൽ ഉള്ള മൃഗം കടുവയാണ്. ഒരുപാട് പേര് സിംഹത്തെ എഴുതി വെച്ചു. ഒരു ഇൻപുട്ട് ഉപകരണം. 23. 23ന്റെ ഉത്തരം D ആണ്. ട്രാക്ക് ബോൾ. ബ്രിട്ടൻ വുഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാരൻ. 24. C. RK ഷൺമുഖൻ ചെട്ടി. 25. ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത സെർച്ച് എഞ്ചിൻ. ഗുരുജി.
പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്? രാഷ്ട്രപതി. പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് വാനില. എത്ര തരത്തിലുള്ള അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് ഭരണഘടനയിൽ പ്രതിപാദിപ്പിക്കുന്നത്? 28. 28ന്റെ ഉത്തരം എ ആണ്. 3. തത്വചിന്തകനായ രാഷ്ട്രപതി? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഇന്റർനെറ്റ് സൗഹൃദ കൂട്ടായ്മ? ഫേസ്ബുക്ക്. ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് ഓഹരി വിപണി? നാസ്ഡാക്ക്. കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബം ആരാധിക്കാൻ നിർദ്ദേശിച്ച നവോത്ഥാന നായകൻ? എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതിൻ്റെ ഉത്തരം ഡിലേറ്റഡ് ആണ്. ആ ഒരു മാർക്കും പോയി കിട്ടി. സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പ ഏതു നദീക്കരയിലായിരുന്നു? രവി. നീതി ആയോഗിന്റെ പ്രഥമ ഉപാധ്യക്ഷൻ അരവിന്ദ് പതകരിയ. ഹരിത വിപ്ലവത്തിന്റെ ജന്മദേശം? 35. മെക്സിക്കോ. സ്വാതന്ത്ര്യ സമരത്തിലെ വീരനായകന്മാരായ ആദിവാസി വിഭാഗം? കുറിച്യർ. മംഗളാദേവി ക്ഷേത്രം പെരിയാറിലാണ്. ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്? ദാദാഭായ് നവറോജി. കേരള ഗ്രാമീണ ബാങ്കിന്റെ ആസ്ഥാനം? മലപ്പുറം. വരുമാനം കൂടുതലും ചെലവ് കുറച്ചും കാണിക്കുന്ന ബജറ്റ്? മികച്ച ബജറ്റ്. ഏറ്റവും കൂടുതൽ രാജ്യസഭാംഗങ്ങളും ലോകസഭാംഗങ്ങളും ഉള്ള ഇന്ത്യൻ സംസ്ഥാനം? ഉത്തർപ്രദേശ്. നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകരിച്ച വർഷം? 1965. 42. ചിത്രകൂടം ആരുടെ സ്മാരകമാണ്? അയ്യങ്കാളി. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്? കൃഷി. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കും. ഇത് ഏത് സംഭവത്തെ സംബന്ധിച്ചാണ് ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞത്? ദണ്ഡിയാത്ര. പെട്രോളിയം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കത്തുമ്പോൾ അന്തരീക്ഷത്തിൽ കൂടുതലായി കലരുന്ന വാതകം? കാർബൺ ഡൈ ഓക്സൈഡ്. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന നദി? കൃഷ്ണ. കുത്തനെ ചരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസമാണ്? ഉരുൾപൊട്ടൽ. 7ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ പഠിക്കാനുള്ളതാണ്. ഒരുപാട് പേര് ഇതിന് അപ്പീലിന് പോയതാണ് ഉരുൾപൊട്ടലല്ലെന്നൊക്കെ പറഞ്ഞു. മനുഷ്യരിൽ നിന്നും കോവിഡ്-19 വൈറസ് ബാധ സ്ഥിരീകരിച്ച ആദ്യ മൃഗം? കടുവ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ പെടാത്തത്? അങ്ങനെ GK പാട്ട് കഴിഞ്ഞു. ഇനിയുമാണ് അംഗം തുടങ്ങാൻ പോകുന്നത്. നോക്കാം. നാല് റോഡുകൾ സന്ധിക്കുന്ന ഒരു ജംഗ്ഷനിൽ ഏത് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത്? വലത്ത്. ഒരു ചരക്ക് വാഹനത്തിൽ അമിത ഭാരം കയറ്റുന്നത്? ഉത്തരം ഡി ആണ്. പിഴ കൊടുക്കുകയും വേണം, ലൈസൻസ് സസ്പെൻഡും ചെയ്യും. ട്രാക്ടറിൽ ഡ്രൈവറെ കൂട്ടാതെ ആരെയും കയറ്റാൻ പാടില്ല?
കോഷൻ കോഷനറി റോഡ് സൈനുകൾ പ്രദർശിപ്പിക്കുന്ന ബോർഡുകളുടെ ആകൃതി ത്രികോണം. ആറ് ഇൻറ്റു 16 സൈസിലുള്ള ടയറിൽ 16 സൂചിപ്പിക്കുന്നത് ടയറിൻ്റെ വ്യാസം. ഗോൾഡൻ അവർ, ഇത് ഒരുപാട് പേര് തെറ്റാണെന്ന് പറഞ്ഞ ഉത്തരമാണ്. PSCയുടെ സ്ഥിരം ചോദ്യമാണ് ഈ ഗോൾഡൻ അവർ. അതത് നമ്മൾ മനസ്സിലാക്കി അങ്ങ് ഉത്തരം എഴുതിയാൽ മതിയായിരുന്നു. 56. 56ൻ്റെ ഉത്തരം വാഹനം അപകടം പറ്റിയ ശേഷമുള്ള സമയം എന്ന് തന്നെയാണ്. PSC ഡിലീറ്റ് ചെയ്തിട്ടില്ല. റോഡിൻ്റെ ഇടതുവശത്തു കൂടി മറികടക്കാവുന്ന സാഹചര്യം 57. മുന്നിലെ വാഹനം വലത്തോട്ട് സിഗ്നൽ നൽകി തിരിയാൻ പോകുമ്പോൾ. ഒരു 4 ചക്ര വാഹനത്തിൻ്റെ ടയറിൽ ഉണ്ടായിരിക്കുന്ന ത്രെഡിൻ്റെ ആഴം 1.6 mm. ടയറിൻ്റെ ത്രെഡിൻ്റെ ആണ്, അതിൻ്റെ നട്ടിൻ്റെയും ബോൾട്ടിൻ്റെയും ത്രെഡിൻ്റെ അല്ല കേട്ടോ. ഭാരത് സ്റ്റേജ് 6 വാഹനങ്ങൾക്ക് നൽകുന്ന പുക പരിശോധന സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി 1 വർഷം. ഏത് തരം ഇൻഷുറൻസ് ആണ് മോട്ടോർ വാഹനങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത്? തേർഡ് പാർട്ടി. ഇലക്ട്രിക് ഉപകരണം കൊണ്ട് കാണിക്കാൻ സാധ്യമല്ലാത്ത ഒരു സിഗ്നൽ. ഓവർടേക്കിങ്ങിനുള്ള അനുവാദം. ഹെവി വെഹിക്കിൾ എന്നാൽ 12,000 ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് 12,000 കൂടുതലുള്ള വാഹനം. കെട്ടിവലിക്കുന്ന വാഹനങ്ങൾ തമ്മിലുള്ള പരമാവധി അകലം 5 മീറ്റർ. ഓവർടേക്കിംഗ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലം. ഇടുങ്ങിയ പാലമാണ് ഓവർടേക്കിംഗ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലം. ആക്സിൽ വെയിറ്റിൻ്റെ ഉത്തരം സി ആണ്. ഒരു ആക്സിലിൽ ഘടിപ്പിച്ചിട്ടുള്ള എല്ലാ വീലുകളും ചേർന്ന് ഭൂമിയിലേക്ക് ചെലുത്തുന്ന ഭാരമാണ് ആക്സിൽ വെയിറ്റ്. 2 സ്ട്രോക്ക് എഞ്ചിനിലെ വാൽവുകളുടെ എണ്ണം. 2 സ്ട്രോക്ക് എഞ്ചിനിൽ എല്ലാവർക്കും അറിയാം വാൽവുകളില്ല, അവിടെ പോർട്ടുകളാണുള്ളത് 2 സ്ട്രോക്ക് എഞ്ചിനിൽ. എയർ ബ്രേക്ക് സംവിധാനമുള്ള ഹെവി വാഹനം ഓടുന്ന വേളയിൽ എയർ ടാങ്ക് ലീക്കായി എയർ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടാൽ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ച് നിർത്താൻ ശ്രമിക്കുക. PSC ആ ചോദ്യം ഡിലീറ്റ് ചെയ്തില്ല. 68. 16 വയസ്സ് തികഞ്ഞവർക്ക് ഓടിക്കാൻ അനുവാദം ലഭിക്കുന്ന വാഹനം. 50 cc താഴെയുള്ള മോട്ടോർ സൈക്കിൾ. ലേണേഴ്സ് ലൈസൻസ് ഉപയോഗിച്ച് ഓടിക്കാവുന്നത്. ലേണേഴ്സ് ലൈസൻസ് എവിടെ വരെ ഓടിക്കാമെന്ന് പറയുന്നില്ല. ഇന്ത്യയിൽ എവിടെ വേണേലും ഓടിക്കാം. ആരും ഓടിക്കുന്നില്ലായിരിക്കാം, പക്ഷേ ഇന്ത്യയിൽ എവിടെയും ഓടിക്കാതെ എവിടെ വേണമെങ്കിലും ഓടിക്കാം. എവിടെ വരെയെന്ന് പറയുന്നില്ല, കൂടെ ലൈസൻസ് ഉള്ള ആൾ വേണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. താഴെ പറയുന്നതിൽ പെട്രോൾ, ഡീസൽ എന്നീ എഞ്ചിനുകളിൽ പൊതുവായി ഇല്ലാത്തത്. ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ്. പെട്രോൾ എഞ്ചിനിൽ ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പ് ഉണ്ടാവില്ല. ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് എന്നാൽ മുൻ പിൻ ആക്സിലുകൾ തമ്മിലുള്ള അകലം. ഒരു ഡീസൽ എഞ്ചിനിൽ ഇഞ്ചക്ടർ നോസിൽ ബ്ലോക്ക് ആയാൽ മേൽപ്പറഞ്ഞവ എല്ലാം ഉണ്ടാകുന്നു. കേടുവന്ന വാഹനത്തെ മറ്റൊരു വാഹനം കെട്ടിവലിക്കുമ്പോൾ 24 km/h. മണിക്കൂറിൽ 24 km ആണ് മാക്സിമം ആ ഒരു വാഹനത്തിൻ്റെ സ്പീഡ് ആ ഒരു സമയത്ത്. ഒരു റോഡ് അപകടമുണ്ടായാൽ ആദ്യം ചെയ്യേണ്ട കാര്യം സി ആണ്. പരിക്കേറ്റ ആളെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം പോലീസ് സ്റ്റേഷനെ അറിയിക്കുക. എഞ്ചിനുകളുമായി ബന്ധപ്പെട്ട പദം 75D ആണ്. SI 40. ഒരു
ഹെവി ലോറിയുടെ ടയറിൽ ഉപയോഗിക്കുന്ന പ്ലേ റേറ്റിംഗ് 12 മുതൽ 16 വരെ. ഒരു വാഹനത്തിൽ ക്ലച്ച് ഘടിപ്പിച്ചിരിക്കുന്നത് എവിടെയാണ്? ക്ലച്ച് എവിടാ? എഞ്ചിന്റെ ഗിയർ ബോക്സിന്റെ ഇടയ്ക്ക് തന്നെ ആയിരിക്കുമല്ലോ. ഒരു വാഹനത്തിന്റെ ടയറിൽ വാഹന നിർമ്മാതാവ് അനുശാസിക്കുന്നതിന് താഴെ വായുമർദ്ദം നിലനിർത്തി ഉപയോഗിക്കുന്ന പക്ഷം എന്നാ സംഭവിക്കും? ഇരുവശങ്ങളിലും തേയ്മാനം ഉണ്ടാവും. മദ്യലഹരി ഡ്രൈവിങ്ങിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? തീരുമാനം സാവധാനമാകും. നിർബന്ധമായും പാലിക്കേണ്ട റോഡ് സൈനുകളാണ് മാൻഡേറ്ററി. ട്രിപ്പ് ഷീറ്റ് ഡിലീറ്റഡ് ആണ്. ഒരു കാർ ബാറ്ററിയിലെ ദ്രാവകത്തിന്റെ അളവ് കുറയുന്നതനുസരിച്ച് ഒഴിക്കേണ്ട സാധനം ഡിസ്റ്റിൽഡ് വാട്ടറാണ്. ഒരുപാട് പേര് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചിട്ടുണ്ട്. പാടില്ല, ഡിസ്റ്റിൽഡ് വാട്ടർ മാത്രം ഒഴിക്കാവൂ. റോഡ് അപകടം ഉണ്ടാക്കുന്നതിനുള്ള പ്രധാനമായ കാരണം മാനുഷികമായ പിഴവാണ്. കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഹനത്തിന്റെ ടയർ പ്രഷർ എഴുതി പ്രദർശിപ്പിക്കുന്ന ഒരു സ്ഥലം എവിടെയാണ്? മുൻഡോർ. ഒരു ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഉപയോഗിക്കേണ്ട സാഹചര്യം അപകടകരമായി പാർക്ക് ചെയ്യുന്ന അവസ്ഥയിലാണ്. 4 ലൈൻ റോഡിൽ ഹെവി വാഹനം ഓടിക്കേണ്ടത്. ഇതിന്റെ ലോജിക്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവർടേക്കിംഗ് എപ്പോഴും വലത്തുവശത്തൂടെ മാത്രമായിരിക്കും. അതിപ്പം 4 ലൈനിലായാലും എവിടെയായാലും. പിന്നെ വേറൊരു ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി വാഹനം 4 ലൈൻ എപ്പോഴും ഇടതുവശത്തൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ. മലമ്പാതകളിൽ 87 കയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന കൊടുക്കണം. ഒരു ചരക്ക് വാഹനത്തിൽ കയറ്റിയ ചരക്ക് തള്ളി നിൽക്കുന്ന അനുവദിച്ചിട്ടുള്ളത്. ഇവയിലേതുമല്ല. ഈ ക്വസ്റ്റ്യനും ഡിലീറ്റ് ആയില്ല. ഒരുപാട് പേര് കംപ്ലൈൻറ്റ് കൊടുത്ത ഞാനുൾപ്പെടെ. PSC 2019 69/2018-19 പരീക്ഷയിൽ തള്ളിക്കോളാൻ പറഞ്ഞതാണ്. ഇത് ശരിക്കും 2017 റെഗുലേഷൻസ് ചേഞ്ച് ആയ സമയത്ത് എങ്ങോട്ടും തള്ളാൻ പാടില്ലെന്ന് തന്നെയാണ് PSC. പക്ഷേ PSC ആണ് ആ ഒരു ഉത്തരം 2019 ശരിയാണെന്ന് പറഞ്ഞുള്ള പരീക്ഷയ്ക്ക് കൊടുത്തത്. ഇതിപ്പോൾ PSC അത് ശരിയല്ലെന്ന് പറയുന്നു. ആ പോട്ടെ, സാരമില്ല. താഴെ പറയുന്ന വാഹനങ്ങളിൽ റൈറ്റ് ഓഫ് വേ ഇല്ലാത്ത വാഹനം ഇടറോഡിൽ നിന്നും കയറി വരുന്ന വാഹനത്തിനാണ്. ബാക്കി എല്ലാത്തിനും ഉണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് എന്നാൽ ഒരു കാറിന്റെ റിയർ വ്യൂ മിററിലൂടെ കാണാൻ പറ്റാത്ത ഭാഗങ്ങൾ. ക്ലച്ചിൽ എപ്പോഴും കാല് വെച്ചുകൊണ്ടിരുന്ന എന്നാ പറ്റും? ഇതെല്ലാം പറ്റും. ഉത്തരം D ആണ്. ബൈറ്റിംഗ് പോയിന്റ് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബൈറ്റിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ക്ലച്ച് കാലിങ്ങനെ വെച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ പയ്യെ എടുക്കുമ്പം എടുത്തിങ്ങനെ അറ്റം വരുമ്പോൾ ക്ലച്ചിൽ തന്നെ വണ്ടി ചെറുതായിട്ട് ഓടാൻ തുടങ്ങത്തില്ലേ? ആ ഒരു പോയിന്റാണ്. എൻ്റെ ഉത്തരം ക്ലച്ചാണ്. മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ ലഭിക്കാവുന്ന ശിക്ഷ 6 മാസം തടവും 10,000 രൂപയും. ചരക്ക് വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകാവുന്ന ആളുകളുടെ എണ്ണം RCBക്ക് പറഞ്ഞിരിക്കുന്ന അത്രേ. വാഹനത്തിന്റെ എഞ്ചിൻ ഓയിൽ ലെവൽ പരിശോധിക്കേണ്ടത് എപ്പോൾ? എഞ്ചിൻ തണുത്ത് നിൽക്കുമ്പോൾ. വാഹനത്തിന്റെ പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് പരിശോധിക്കേണ്ടത് എപ്പോൾ?
എന്തുവാണോ അത് പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് പരിശോധിക്കുന്നത് ഓഫ് ചെയ്യുമ്പോഴാണ് വ്യക്തമായിട്ടും പറഞ്ഞിട്ടുള്ളത്. പി എസ് സിക്ക് എന്താ ഉദ്ദേശമെന്ന് മനസ്സിലാകുന്നില്ല. അത് ഫില്ല് ചെയ്യുന്നതാണ് ശരിക്കും സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട്. തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണോ ഫീസിലിരിക്കുന്നത് എന്തോ. അടിയന്തര സാഹചര്യങ്ങളിൽ താഴെ പറയുന്ന ഏത് വാഹനത്തിനാണ് മുൻഗണന? ഫയർ സർവീസ്. അത് ആ ഒരു മാനുവലിനകത്ത് ഇത് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് ഏറ്റവും മുകളിലുള്ള വാഹനം അതിൽ കൊടുത്തിരിക്കുന്നത് ഫയർ എഞ്ചിൻ തന്നെയാണ്. ഒരു ലോറിയിൽ ചരക്ക് കയറ്റുമ്പോൾ തറനിരപ്പിൽ നിന്നും ചരക്കിൻ്റെ മുകളിലേക്കുള്ള പരമാവധി ദൂരം 3.8. പുറമോട്ട് ഓടിക്കാൻ അനുവാദമുള്ളത് ദിശ മാറിപ്പോകാൻ. 100ൻ്റെ ഉത്തരം. കോമഡി ചോദ്യമൊക്കെ ആയിരുന്നു, അതും ഡിലീറ്റഡ്. അങ്ങനെ 100 ചോദ്യം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ഇത് വെച്ചിട്ട് ഇതിപ്പോൾ എ കോഡ് വെച്ചിട്ടുള്ള ചോദ്യമാണല്ലോ, അപ്പോൾ എല്ലാവരും ആൻസർ കീ ഒന്ന് വെച്ച് നോക്കുക എത്ര മാർക്ക് കിട്ടി. കിട്ടിയ മാർക്ക് അവരൊരു ദയവായി കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്കറിയാമല്ലോ എല്ലാവർക്കും എത്രത്തോളം മാർക്ക് കിട്ടി, ഒരു ആവറേജ് എന്തോരം മാർക്കൊക്കെ ഉണ്ടെന്നുണ്ട്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് മാർക്ക് എന്തോരം കിട്ടിയെന്ന് നോക്കുക. ഓക്കെ, താങ്ക് യു.